Human development, fertilization and implantation. Fertilization is the union of male and female gametes, which will result in the formation of a diploid single celled zygote. Then, implantation is the attachment of the early embryo to the uterine wall. ഈ സെഷനിൽ ഫെർട്ടിലൈസേഷനെ കുറിച്ചും ഇംപ്ലാന്റേഷനെ കുറിച്ചും ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. In the case of humans, the fertilization is internal. Internal fertilization means the male and female gamete fusion that occur within the female reproductive tract. ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ വെച്ചിട്ടാണ് മെയിൽ ഗാമേറ്റിൻ്റെയും ഫീമെയിൽ ഗാമേറ്റിൻ്റെയും ഫ്യൂഷൻ സംഭവിക്കുന്നത്. ദ റിലീസ്ഡ് ഓവം ഓർ ദ സെക്കൻഡറി oocyte റീച്ചസ് ദ ഇൻഫണ്ടിബുലം ആൻഡ് ഫൈനലി റീച്ചസ് ദ ആംപുള്ള ഓഫ് ദ ഓവിഡക്റ്റ്. അപ്പോൾ ഓവറിൽ നിന്ന് റിലീസ് ചെയ്ത സെക്കൻഡറി oocyte ഇൻഫണ്ടിബുലത്തിൽ എത്തിച്ചേരും. പിന്നീട് ഫൈനലായിട്ട് ആംപുള്ള എന്ന് പറയുന്ന ഓവിഡക്റ്റിൻ്റെ പോർഷനിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് സെക്ഷൽ കോണ്ടാക്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇജാക്കുലേറ്റഡ് ആയിട്ടുള്ള സ്പേം ഓവത്തിൻ്റെ ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് സ്വിം ചെയ്ത് എത്തിച്ചേരും. ദ ഓവം റീറ്റെയിൻസ് എ ഫെർട്ടിലൈസേഷൻ പൊട്ടൻഷ്യൽ ഫോർ 2 to 3 days. ജേർണി ഓഫ് ആൻ എഗ്. ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഈ ഡയഗ്രാം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ സെക്കൻഡറി oocyte ഇവിടെ ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. അത് ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഫിംബ്രിയെ ഉപയോഗിച്ചിട്ട് ക്യാപ്ചർ ചെയ്ത് പിന്നീട് ഫൈനലായിട്ട് അതിൻ്റെ ആംപുള്ള എന്ന് പറയുന്ന റീജിയണിലേക്ക് എത്തിച്ചേരും. ഇൻഫണ്ടിബുലം ദെൻ ആംപുള്ള. അപ്പോൾ ഈ സമയം സ്പേംസ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പേംസ് വജൈന വഴി യൂട്രസിൻ്റെ സെർവിക്സ് വഴി യൂട്രസിലെത്തി ദെൻ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ആദ്യത്തെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് സ്വിം ചെയ്ത് ഈ പറഞ്ഞ ആംപുള്ള റീജിയണിലേക്ക് എത്തിച്ചേരും. അവിടെ വെച്ചിട്ടാണ് സ്പേമും ഓവും കൂടെ മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഈ പർട്ടിക്കുലർ പൊസിഷനിൽ ആണ്. സ്പേം ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ് അണ്ടർഗോസ് 2 മേജർ ചേഞ്ചസ്. അപ്പോൾ ആ ഫലോപ്പിയൻ ട്യൂബിൽ എത്തിക്കഴിഞ്ഞാൽ സ്പേമിന് 2 വ്യത്യാസങ്ങളാണ് ഉണ്ടാവുന്നത്. കപ്പാസിറ്റേഷൻ ആൻഡ് അക്രോസോം റിയാക്ഷൻ. കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ള സ്പേംസ് ഫെർട്ടിലൈസേഷൻ പൊട്ടൻഷ്യൽസ് ഇല്ലാത്ത സ്പേംസ് ആണ്. അപ്പോൾ ആ ഫെർട്ടിലൈസേഷൻ കേപ്പബിലിറ്റീസ് അറ്റൈൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കപ്പാസിറ്റേഷൻ. ഇപ്പോൾ ഈ ഫെർട്ടിലൈസേഷനെ വളരെയധികം സഹായിക്കുന്ന സ്പേമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അക്രോസോമാണ്. അക്രോസോമിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗ്ലൈക്കോപ്രോട്ടീൻ കവറിംഗ് ഉണ്ട്. ആ ഗ്ലൈക്കോപ്രോട്ടീൻ കവറിങ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. Plasma proteins of the acrosome are exposed by the removal of glycoprotein covering. That process is known as capacitation. Then second, acrosomal reaction. Acrosomal reaction is the release of the contents of the acrosome. ഇപ്പോൾ അക്രോസോമിനകത്ത് 2 കണ്ടൻസ് ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഹയാലുറോണിഡേസ് ആൻഡ് അക്രോസിൻ. ഹയാലുറോണിഡേസിൻ്റെ ഫംഗ്ഷൻ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ഓവത്തിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് സെൽസിനെ സിമെൻറ്റ് ചെയ്ത് നിർത്തുന്ന സബ്സ്റ്റൻസ് ആണ് ഹയാലുറോണിക് ആസിഡ്. ഈ ഹയാലുറോണിക് ആസിഡിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള എൻസൈമാണ് ഹയാലുറോണിഡേസ്. ദെൻ അക്രോസിൻ എന്ന് പറയുന്നത് സോണ ലൈസിൻസ് ആണ്. അതായത് സോണ പെല്ലുസിഡോ എന്ന് പറയുന്ന ലെയറിനകത്തുള്ള സബ്സ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് അക്രോസിൻ എന്ന് പറയുന്ന സോണ ലൈസിൻസ് എൻസൈംസ് ആണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ്റെ ഓവറോൾ പ്രോസസ്സാണ് നിങ്ങളിവിടെ ഡയഗ്രമായിട്ട് കാണുന്നത്. ആദ്യമേ തന്നെ എഗ്ഗിൻ്റെ ഔട്ടർ സർഫസുമായിട്ട് സ്പേം കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നു. ഇത് കപ്പാസിറ്റേഷന് വിധേയമായിട്ടുള്ള ഒരു സ്പേമാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഹയാലുറോണിക് ആസിഡിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹയാലുറോണിഡേസിനെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ കൊറോണ റേഡിയേറ്റ ഡീഗ്രേഡഡ് ആയിപ്പോയി. ഇനി അത് കഴിഞ്ഞതിന് ശേഷമുള്ള പോർഷൻസാണ് ഈ ഡയഗ്രത്തിനകത്ത് നിങ്ങൾ കാണുന്നത്. ഇനി അക്രോസോമിനകത്തുള്ള കണ്ടൻസ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് അക്രോസിൻ അല്ലെങ്കിൽ സോണ ലൈസിൻസ് റിലീസ്ഡ് ആവുന്നു. അത് സോണ പെല്ലുസിഡയെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സ്പേമിന് അകത്തേക്ക് പെനട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അക്രോസോമിലുള്ള ആ പ്ലാസ്മ മെമ്പറൈന് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അക്രോസോമൽ റിയാക്ഷനൊക്കെ കഴിഞ്ഞ് സോണ പെല്ലുസിഡയെ പെനട്രേറ്റ് ചെയ്ത് സ്പേം അകത്തേക്ക് പ്രവേശിച്ച് പെരിവിറ്റിലൈൻ സ്പേസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്നു. പെരിവിറ്റിലൈൻ സ്പേസ് എന്ന് പറഞ്ഞാൽ സോണ പെല്ലുസിഡയുടെയും
അതുപോലെ തന്നെ എഗ്ഗിൻ്റെ പ്ലാസ്മ മെമ്പറൈൻ്റെയും ഇടയ്ക്കുള്ള സ്പേസ് ആണ്. അപ്പോൾ അവിടെ വന്ന് ഒക്യുപ്പൈ ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ പോസ്റ്റ് അക്രോസോമൽ മെമ്പറൈനും, അതായത് ന്യൂക്ലിയസിനെ കവർ ചെയ്യുന്ന സ്പേമിൻ്റെ ഇപ്പോഴത്തെ ആ മെമ്പറൈനും എഗ്ഗിൻ്റെ പ്ലാസ്മ മെമ്പറൈനും തമ്മിൽ എന്ത് ചെയ്യണം? ഫ്യൂസ് ചെയ്യണം. അപ്പോൾ ആ ഫ്യൂഷനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആ ഫ്യൂഷൻ പ്രോസസ്സ് നടക്കും. അവിടെ ഒരു ഫെർട്ടിലൈസേഷൻ കോണൊക്കെ ഉണ്ടായിട്ട് സ്പേമിൻ്റെ കണ്ടൻസ് അകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ സ്പേം അകത്തേക്ക് എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഫർദർ സ്പേംസിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലാസ്മ മെമ്പറൈനിൽ ഫാസ്റ്റായിട്ടുള്ള ഡീപോളറൈസേഷൻ നടക്കും. പക്ഷേ അതൊരു മൊമെൻ്ററി ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുവഴിയുള്ള പോളിസ്പെർമി പ്രിവെൻഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് കോർട്ടിക്കൽ റിയാക്ഷൻ ആണ് പോളിസ്പെർമി പ്രിവെൻറ്റ് ചെയ്യാൻ. അതായത് ഇവിടെ കുറേ കോർട്ടിക്കൽ ഗ്രാനുൾസ് കൊണ്ട് ലോഡഡ് ആയിട്ടുള്ള കോർട്ടിക്കൽ വെസിക്കിൾസ് ഉണ്ട്. ഈ കോർട്ടിക്കൽ വെസിക്കിൾസ് ആ സമയത്ത് എക്സോസൈറ്റോസിസ് വഴി അതിനകത്തുള്ള കോർട്ടിക്കൽ ഗ്രാനുൾസിനെ ഈ പെരിവെറ്റിലൈൻ സ്പേസിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഫെർട്ടിലൈസേഷൻ മെമ്പറൈൻ എന്ന് പറയുന്ന ഒരു ടഫ് മെമ്പറൈൻ ഉണ്ടാവും. അത് ഫർദർ സ്പേംസിൻ്റെ എൻട്രിയെ പ്രിവെൻറ്റ് ചെയ്യും. ഇപ്പോൾ സ്പേം അകത്തേക്ക് പ്രവേശിക്കുന്നു. എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസം ആക്ടിവേറ്റഡ് ആയിട്ട് ഫാസ്റ്റ് സ്ലോ മെക്കാനിസംസ് ടു പ്രിവെൻറ്റ് പോളിസ്പെർമി അത് രണ്ടും സംഭവിക്കുന്നു. ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ മെമ്പറൈന് ഉണ്ടാകുന്നു. കോർട്ടിക്കൽ റിയാക്ഷൻ നടന്ന് കോർട്ടിക്കൽ ഗ്രാനുൾസ് പുറത്തേക്ക് റിലീസ് ചെയ്ത് അങ്ങനെ പോളിസ്പെർമി പ്രിവെൻറ്റഡ് ആകുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അകത്തേക്ക് പ്രവേശിച്ച ന്യൂക്ലിയസിലുള്ള മെയിൽ ന്യൂക്ലിയസ്, സ്പേമിൻ്റെ ന്യൂക്ലിയസ്, അതിന് കണ്ടൻസേഷനൊക്കെ വിധേയമായിട്ട് അത് മെയിൽ പ്രോ ന്യൂക്ലിയായി ആയിട്ട് മാറുന്നു. ഈ സമയത്ത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എഗ്ഗിൻ്റെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റഡ് ആകുന്നു. അങ്ങനെ ഫീമെയിൽ പ്രോ ന്യൂക്ലിയസ് അവിടെ ഉണ്ടാകുന്നു. ഇനി മെയിൽ പ്രോ ന്യൂക്ലിയസും ഫീമെയിൽ പ്രോ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ആംഫി മിക്സിസ്. അപ്പോൾ ആംഫി മിക്സിസ് എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിക്കുന്നു. സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ക്ലീവേജിന് വിധേയമാകുന്നു. ഈ ക്ലീവേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ക്ലീവേജ് വളരെ സ്ലോ ആണ്. ഏർലി ക്ലീവേജ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റോമിയസ് എല്ലാം യുണീക്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ഫസ്റ്റ് ക്ലീവേജ് എന്ന് പറയുന്നത് മെറിഡിയോണലാണ്. സെക്കൻഡ് ക്ലീവേജ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ ക്ലീവേജ് ആണ്. പിന്നെ ക്ലീവേജിന് ഒരു അസിൻക്രോണി ഉണ്ട്. അതായത് ഒരു ബ്ലാസ്റ്റോമിയർ ഡിവൈഡ് ചെയ്യുന്ന സെയിം ടൈമിങ്ങിൽ തന്നെയല്ല അതിൻ്റെ കൂടെ തന്നെയുള്ള അടുത്ത ബ്ലാസ്റ്റോമിയർ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈമിങ്ങിൽ വ്യത്യാസം കാണുന്നു. ഇപ്പോൾ ബ്ലാസ്റ്റോമിയേഴ്സ് എല്ലാം വളരെ കോമ്പാക്റ്റ്ലി ആയിട്ടാണ് അറേഞ്ച് ചെയ്യപ്പെടുന്നത്. ഇനി അടുത്ത സ്റ്റേജാണ് ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ എയർലി ക്ലീവേജസ് ഒക്കെ നടന്ന് 2 സെൽ സ്റ്റേജ്, 4 സെൽ സ്റ്റേജ്, 8 സെൽ സ്റ്റേജ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ പിന്നീട് വളരെ കോമ്പാക്റ്റ് ആയിട്ട് ബ്ലാസ്റ്റോമിയേഴ്സ് എല്ലാം ക്ലബ് ചെയ്ത് ഒരു മൾബറി ഫ്രൂട്ടിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിൽ ബ്ലാസ്റ്റോമിയേഴ്സ് വരുന്നു. ദാറ്റ് സ്റ്റേജ് ഈസ് നോൺ ആസ് മോർല. ഈ മോർല സ്റ്റേജാണ് പിന്നീട് ഇതിൻ്റെ ബ്ലാസ്റ്റുലയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മമേലിയൻ ബ്ലാസ്റ്റിലേക്ക് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് റീകളക്ട് ചെയ്യണം. അതിനൊരു ഔട്ടർ ലെയർ ഓഫ് സെൽസ് ഉണ്ട്. ദാറ്റ് ലെയർ ഓഫ് സെൽസ് ഈസ് നോൺ ആസ് ട്രോഫോബ്ലാസ്റ്റ്. പിന്നെ അകത്ത് ഒരു ഇന്നർ സെൽ മാസ് എന്ന് പറയുന്ന സെൽസും ഉണ്ട്. ഈ ഇന്നർ സെൽ മാസ് ആണ് പിന്നീട് ഫീറ്റസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഔട്ടർ ലെയർ എക്സ്ട്രാ എംബ്രിയോണിക് മെമ്പറൈനും പ്ലാസൻ്റെയും ഒക്കെ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ യൂട്രസിലേക്ക് ബ്ലാസ്റ്റോസിസ്റ്റ് മൂവ് ചെയ്യുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന യൂട്രൈൻ വോളിൻ്റെ റിതമിക് കോൺട്രാക്ഷൻ വഴിയാണ്. അപ്പോൾ ഇന്നർ സെൽ മാസ് ഫീറ്റസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പെരിഫറൽ സെൽസ്, ട്രോഫോബ്ലാസ്റ്റ് സെൽസ് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസ് ആയിട്ട് കൺവേർട്ടഡ് ആവുന്നു. ദെൻ ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. അതിനെ നമുക്ക് ഒരു ഡയഗ്രാം ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഗ്ഗ് കാണാം, അല്ലെങ്കിൽ സെക്കൻഡറി യൂസ് ആയിട്ട് പിന്നീട് അത് സൈഗോട്ടായിട്ട് മാറുന്നു. സ്പേമും ഓവും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് എയർലി ക്ലീവേഴ്സിന് വിധേയമാകുന്നു. 2 സെൽ സ്റ്റേജ്, 4 സെൽ സ്റ്റേജ്, പിന്നീട് മോർല സ്റ്റേജ്. മോർല സ്റ്റേജിൽ നിന്നാണ് മമേലിയൻ ബ്ലാസ്റ്റുല ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് ബ്ലാസ്റ്റുല ഈസ് നോൺ ആസ് ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രോഫോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്, പെരിഫറൽ സെൽസ്. ഇന്നർ സെൽ മാസ് ഫീറ്റസ് ആയിട്ടും പെരിഫറൽ സെൽസ് ട്രോഫോബ്ലാസ്റ്റ് സെൽസ് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ ആയിട്ടുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്.
Then implantation, the fixation of the blastocyst to the uterine endometrium. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഏകദേശം 7 to 9 ഡേയ്സിന് ശേഷമാണ് ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. പെരിഫറൽ സെൽസ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യും. അത് ആണ് എൻഡോമെട്രിയം വോളിനെ പെനട്രേറ്റ് ചെയ്യാൻ ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ സഹായിക്കുന്നത്. ഈ എംബ്രിയോ എൻഡോമെട്രിയത്തിനകത്ത് ബറീഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ടൈപ്പ് ഒരു ഇംപ്ലാന്റേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള ഇംപ്ലാന്റേഷന് പറയുന്ന പേരാണ് ഇൻട്രസ്റ്റീഷ്യൽ ടൈപ്പ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ നമുക്ക് ആ ഇംപ്ലാന്റേഷൻ പ്രോസസ്സിനെ സമ്മറൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തൊക്കെയാണ് ഇംപ്ലാന്റേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഗെറ്റ്സ് ന്യൂട്രിയൻസ് ഫ്രം ദ ഗ്ലാൻഡ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് ഓഫ് ദ എൻഡോമെട്രിയം. അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് കൊണ്ട് ബ്ലാസ്റ്റോസിസ്റ്റിന് ഈ എൻഡോമെട്രിയൽ വോളിലുള്ള ബ്ലഡ് വെസൽസിൽ നിന്നും ഗ്ലാൻഡ്സിൽ നിന്നും ന്യൂട്രിയൻസിനെ കിട്ടുന്നു. ഇപ്പോൾ ഇംപ്ലാന്റേഷനെ ഗൈഡ് ചെയ്യുന്നത് ഓവറിയിൽ ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നാണ്. ആ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഇംപ്ലാന്റേഷനെ ഗൈഡ് ചെയ്യുന്നു. ഇവിടെ ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സും ഇംപ്ലാന്റേഷനും എല്ലാം കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഓവറിൽ നിന്ന് റിലീസ് ചെയ്ത സെക്കൻഡറി യൂസൈറ്റ് ഈ പർട്ടിക്കുലർ പോർഷനിൽ എത്തുന്നു. അവിടെ വെച്ചിട്ടാണ് സ്പേമും ഓവും കൂടെ മീറ്റ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു. ഫസ്റ്റ് ക്ലീവേജസ്, എയർലി ക്ലീവേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡേ 1, ഡേ 2, ഡേ 3 to 4 സെൽ സ്റ്റേജ് ആകുന്നു. പിന്നീട് മോറുല സ്റ്റേജ് ഡേ 4 ഒക്കെ ആകുമ്പോഴേക്കിന് കോമ്പാക്റ്റഡ് ആയിട്ടുള്ള മോറുല സ്റ്റേജ് ഉണ്ടാകുന്നു. ഈ മോറുല സ്റ്റേജ് അഞ്ചാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കിന് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് കൺവേർട്ടഡ് ആകും. ഇനി 8-9 ദിവസം ആകുമ്പോഴേക്കിന് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റേഷന് വിധേയമാകും. അപ്പോൾ ഇതൊക്കെയാണ് ഫെർട്ടിലൈസേഷനെ കുറിച്ചും ഇംപ്ലാന്റേഷനെ കുറിച്ചും പറയാനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് അക്കൗണ്ട്, ഫെർട്ടിലൈസേഷൻ്റെ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന കോണ്ടസ്റ്റിൽ തന്നെ നോക്കണം. കാരണം ഇവിടെ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ.